Good afternoon, everybody. Today we are dealing with the topic variations from Mendelian ratios. ഇതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇന്ന് പ്രതികരിക്കേണ്ട ആള് വർദ്ധയാണ്. ഓക്കെ, now let us start. Variations from Mendelian ratios. This include the incomplete dominance, codominance, lethal genes and pleiotropism. First one is the incomplete dominance. Incomplete dominance is when a dominant allele or form of a gene does not completely mask the effects of a recessive allele and the organism's resulting physical appearance shows a blending of both alleles. Here, blending means mixing. അപ്പോൾ ഇവിടെ നിങ്ങളിത് പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ബ്ലെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് അതിനൊരു എക്സാമ്പിൾ ആയി നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? നമ്മുടെ മിറാബിലിസ് ജലാപ്പ, അതായത് 4 o'clock പ്ലാന്റ്, 4 മണിപ്പൂ എന്ന് പറയില്ലേ. അപ്പൊ ഇവിടെ എന്തായിരുന്നു ഇത് എക്സ്പെരിമെന്റ് മെന്റൽ നടത്തിയത്? ആലോചിച്ച് നോക്കൂ നിങ്ങള്. ഇവിടെ സാധാരണ മെന്റേലിയൻ റേഷ്യോ ആയിട്ടുള്ള 3:1 എന്നുള്ള റേഷ്യോ അല്ലാതെ എന്താണ് വരുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ നോക്കൂ, നൈദർ അല്ലീൽ ഈസ് ഡോമിനന്റ്. ഇവിടെ ഹെട്രോസൈഗസ് കണ്ടീഷനിലാണ് ഒരു ബ്ലെൻഡിങ് അല്ലെങ്കിൽ മിക്സിംഗ് വരുന്നത്. When an organism is heterozygous for a trait, it will show a third phenotype. The third phenotype is a blend of the other two. ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുക, ഇങ്ങനെ രണ്ടെണ്ണം കൂടെ മിക്സ് ചെയ്തപ്പോൾ ഈ ഒരു രൂപത്തിലുള്ള ഒരു കളർ. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡയഗ്രാം കാണിച്ചതാണ്. ഇവിടുത്തെ റേഷ്യോ എന്താ നമുക്കറിയാം, 1:2:1 ആണ്. നോക്കാം, ഇവിടെ നോക്കൂ, പൂക്കൾ കാണുന്നില്ലേ? ഇവിടെ നല്ല റെഡ് കളറാണ് അല്ലേ, അല്ലെങ്കിൽ നല്ല ഡാർക്ക് കളറാണ്, വൈറ്റ് കളറാണ്. അപ്പൊ എന്ത് സംഭവിച്ചു? ഇവിടെ കിട്ടിയിരിക്കുന്ന ഫീനോടൈപ്പിന്റെ കളറ് രണ്ടും കൂടെ ചേർന്ന ഒരു മിക്സ് ആണ്. അതാണ് ഡാർക്ക് പിങ്ക് ഫ്ലവേഴ്സ്, ഇന്റർമീഡിയറ്റ് ഇൻഹെറിറ്റൻസ്, ലൈറ്റ് പിങ്ക് ഫ്ലവേഴ്സ്. ഇനി നോക്കൂ, ദിസ് F1 generation when undergone selfing, the F2 generation we get are in the ratio 1:2:1. That is the dark color, then a light pink color, white color, 1:2:1. It is a variation from the Mendelian ratio. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര നേരത്തെ പറഞ്ഞിട്ടോ ഏതൊക്കെയാണെന്ന് വേരിയേഷൻ ഫ്രം മെൻഡേലിയൻ റേഷ്യോസ് ഏതൊക്കെയാണെന്ന് നേരത്തെ പറഞ്ഞത്. നിങ്ങൾ ആദ്യമേ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ ദിസ് ഈസ് ആൻ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. കാരണം ഇവിടെ ഈ ഡോമിനൻസ് എന്നത് കംപ്ലീറ്റ് ആയിട്ട് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യുന്നു? ഈ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നമുക്കറിയാം 4 മണിപ്പൂവിന്റെ പ്രത്യേകത ഇതാണ്. നമ്മൾ കുറെ പൂക്കൾ അവിടെ നട്ടു കഴിഞ്ഞാൽ വളരെ രസകരമായിട്ട് പിന്നീട് അത് പല കളർഫുൾ ആയിട്ട് നമ്മളെ ഗാർഡനിൽ പിന്നീട് കാണാറുണ്ട്. എവിടെ കൊണ്ട് നട്ടാലും നന്നായിട്ട് പിടിക്കുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ 4 മണിപ്പൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. നോക്കൂ നിങ്ങളെ, കോഡോമിനൻസ് എന്നുള്ള ഒരു വാക്ക് കാണാം അല്ലെ. കോഡോമിനൻസ്, ഈ കോഡോമിനൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ചിത്രത്തിന്റെ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആണ്. എന്താണ് ഇവിടെ കാണുന്നത്? നോക്കൂ, കണ്ടോ? രണ്ടും കൂടെ രണ്ടാൾക്കാർക്കും ഒരേപോലെ എക്സ്പ്രസ് ചെയ്യാനുള്ള വകുപ്പ്. മിക്സിംഗ് അല്ല കേട്ടോ. മിക്സിംഗ് ആണെങ്കിൽ ഈ ബ്ലൂവും ഈ കളറും കൂടെ ചേർന്ന ഒരു കളറായിരുന്നു വരേണ്ടിയിരുന്നത്. പക്ഷെ ഇവിടെ എന്താണ് പകരം കിട്ടിയ? ബിയും ഡബ്ല്യു ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ കോഡോമിനൻസ് ഈസ് എ ഫോം ഓഫ് ഇൻഹെറിറ്റൻസ് വേർ ഇൻ ദ അല്ലീൽസ് ഓഫ് എ ജീൻ pair in a heterozygote are fully expressed. ഹെട്രോസൈഗോട്ടില് രണ്ട് അല്ലീലും, ഒരു പെയറിലുള്ള രണ്ട് അല്ലീലും ഒരേപോലെ എക്സ്പ്രസ് ചെയ്യാം. രണ്ടുപേർക്കും ഒരേ സാധ്യതകളാണുള്ളത്. ആസ് എ റിസൾട്ട് ദ ഫീനോടൈപ്പ് ഓഫ് ദ ഓസ്പ്രിങ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഫീനോടൈപ്പ് ഓഫ് ദ പാരന്റ്സ്. ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ആണ്. ഇവിടെ എയും ബിയും ഉണ്ടെങ്കിൽ നമുക്കറിയാം ബ്ലഡ് ഗ്രൂപ്പ് AB ആയിരിക്കും. ദാറ്റ് ഈസ് ദ ഫീനോടൈപ്പ് ഈസ് ദ AB ബ്ലഡ് ഗ്രൂപ്പ്. ഞാനിത് ഇവിടെ കാണിച്ചിട്ടില്ല, നിങ്ങൾ നോക്കൂ. AB ഗ്രൂപ്പ് കപ്പിൾസ്, AB ഉള്ള ഒരു ഫാദറും AB ഗ്രൂപ്പ് ഉള്ള ഒരു മദറും ആണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ
അവിടെ നോക്കുക, അല്ല അവർക്കുണ്ടാവുന്ന കുഞ്ഞുങ്ങൾ A, B ആൻഡ് B ഗ്രൂപ്പ് ചിൽഡ്രൻ ഇൻ ദ റേഷ്യോ 1:2:1 ആയിട്ട്. ഇത് നിങ്ങൾ ഒറ്റയ്ക്കൊന്ന് ചെയ്ത് നോക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ അത് കാണിച്ചിട്ടില്ല. അപ്പൊ AB ഗ്രൂപ്പുള്ള ഫാദർ, AB ഗ്രൂപ്പുള്ള മദർ, കുഞ്ഞുങ്ങളുടെ സാധ്യതകൾ എന്താണെന്ന് നിങ്ങളൊന്ന് വരച്ച് ഒറ്റയ്ക്ക് ചെയ്യണം, അത് നിർബന്ധമായിട്ട്. അപ്പൊ അവിടെ കിട്ടുക AB, B എന്നുള്ളത് 1:2:1 എന്നുള്ള റേഷ്യോ ആണ്. അപ്പൊ ഈ ബ്ലഡ് ഗ്രൂപ്പിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അല്ലേ. ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ മൾട്ടിപ്പിൾ അലിലിസം ആൻഡ് ഓൾസോ എക്സാമ്പിൾ ഫോർ കോഡോമിനൻസ്. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഉള്ള പ്രത്യേകത എന്താണ്? രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ഒരു മിക്സ് ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. പക്ഷെ ഇവിടെ എങ്ങനെയാണ്? ഈക്വൽ ആയിട്ട് രണ്ട് ജീനും, അല്ലീൽസ് ഓഫ് എ ജീൻ പെയർ, രണ്ട് ജീനും ഒരേപോലെ എക്സ്പ്രസ് ചെയ്യാം. അതാണ് കോഡോമിനൻസും ഇൻകംപ്ലീറ്റ് ഡോമിനൻസും തമ്മിലുള്ള വ്യത്യാസം. ഡോമിനൻസ് അവിടെ കംപ്ലീറ്റ് അല്ല എന്നർത്ഥം. ഓക്കെ, ഇവിടെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾക്ക് അതിലേക്ക് കടന്നു പോകാൻ വേണ്ടി. What are the possible blood types of the offspring of a cross between individuals that are type AB and type O? ഇവിടെ ഹിന്റ് കൊടുത്തിട്ട് ബ്ലഡ് ടൈപ്പ് O is recessive, അത് നമുക്കറിയാം. അപ്പൊ എന്താണ്? നിങ്ങൾക്ക് ഇതിലേക്ക് കടന്നു നോക്കൂ. പാരന്റ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ദാറ്റ് ABയും Oയും ആണെങ്കിൽ എന്തായിരിക്കും? അപ്പൊ മദർ ഒക്കെ O ആണ്, ഫാദർ AB ആണ് അല്ലേ. ഇവിടെ എന്താണ് ഇവിടെ കിട്ടുന്ന ടൈപ്പ്? ഹാഫ് ഓഫ് ദ ചിൽഡ്രൻ പ്രെഡിക്റ്റഡ് ടു ബി ടൈപ്പ് A ആൻഡ് ഹാഫ് വിൽ ബി ടൈപ്പ് B. ഈ രണ്ട് സാധ്യതകളെ ഇവിടെ ഉള്ളൂ. വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നോക്കൂ, കണ്ട, IA, IO, ഇവിടെ നോക്കുക AIO, ഇവിടെ IB, IB 50-50% ഉള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ, ഞാൻ അന്ന് ക്ലാസ് എടുത്തപ്പോൾ തന്നെ പണ്ട് എപ്പോഴും PSC ടെസ്റ്റിനൊക്കെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ധാരാളമായിട്ട് വരാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് ഒരു നല്ലൊരു ക്ലിയർ പിക്ചർ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി അത് നിങ്ങൾക്കുള്ള വർക്കാണ്, നിങ്ങൾ ജസ്റ്റ് ചെയ്ത് നോക്കാനുള്ളതാണ്. Could a man with a type B and a woman with type AB produce a child with type O blood? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. What if the mother is type O positive and father is A negative? What would be the offspring's blood type B? എന്തായിരിക്കും? ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ട് എനിക്ക് ഉത്തരം പറഞ്ഞു തരേണ്ടതാണ്, അല്ലാതെ ഞാൻ ഇതിന്റെ ഉത്തരം ഇപ്പൊ പറയില്ല. നിങ്ങൾ ഇരുന്ന് ഒറ്റയ്ക്ക് വർക്കൗട്ട് ചെയ്യണം. ഓക്കെ, ഇനി if the mother of a child is blood group O positive and the child is A negative, what blood type would be the father be? കുറച്ച് സമയം എടുക്കും, ചെയ്ത് നോക്കുക, എന്നിട്ട് ഉത്തരം പറയണം. ഓക്കെ, പിന്നീട് ചെയ്താൽ മതി, ക്ലാസ് സമയത്ത് വേണ്ട. ചെയ്തിട്ട് എനിക്ക് ഉത്തരം പറഞ്ഞു തരണം അടുത്ത ദിവസം ക്ലാസ് എന്ന് പറയുന്നത് ബുധനാഴ്ച ആയിരിക്കും. അപ്പൊ എനിക്ക് അതിന്റെ ഉത്തരം എല്ലാവരും പറഞ്ഞു തരണം, നിർബന്ധമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. കോഡോമിനൻസ് ആൻഡ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസും പറഞ്ഞു. ഇനി മൂന്നാമത്തെ നിങ്ങൾ നോക്കൂ, ലീതൽ ജീൻ ആക്ഷൻ ആണ്. എന്താണ് ലീതൽ എന്ന് പറഞ്ഞാൽ? മരണമൊക്കെ സംഭവിക്കാൻ ലീതൽ എന്ന് പറയും അല്ലെ. ഈ ജീന് കാരണം മരണം സംഭവിക്കാം. അപ്പൊ ലീതൽ ജീൻസ് ആർ മ്യൂട്ടന്റ് ജീൻസ് ഹൂസ് എക്സ്പ്രഷൻ മേ ബ്ലോക്ക് നോർമൽ ഡെവലപ്മെന്റ്, produce gross physical and physiological abnormalities, reduce viability, and cause the premature death of the organism. ഈ ജീനിന്റെ ആക്ഷൻ എങ്ങനെയാണ്? It will lead to the premature death of the organism. Here also the ratio, നമുക്കറിയാം മെൻഡലിയൻ റേഷ്യോ എന്ന 3:1 എന്നുള്ള മോണോഹൈബ്രിഡ് റേഷ്യോ അല്ല ഇവിടെ കിട്ടുന്നത്. നമുക്ക് 2:1 എന്ന റേഷ്യോ ആണ് ഇവിടെ കിട്ടുന്നത്. 1:2:1 റേഷ്യോയും അല്ല, പകരം 2:1 എന്ന റേഷ്യോ ആണ് കിട്ടുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ ആയി പറഞ്ഞു, നല്ലൊരു എക്സാമ്പിൾ ആണ് ഇൻഹെറിറ്റൻസ് ഓഫ് യെല്ലോ കോഡ് കളറിംഗ് മൈസ്. ഈ എക്സ്പെരിമെന്റ് നടത്തിയത് ക്യൂനോട്ട് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ലീതൽ അലീൽസ് were first discovered in ക്യൂനോട്ട്, ഫുൾ നെയിം പറഞ്ഞ 1905, while studying the inheritance of coat color. കോഡ് കളർ നമ്മൾ പറഞ്ഞില്ല, അതിന്റെ രോമത്തിന്റെ ഹെയറിന്റെ കളറാണ് നമ്മൾ കോഡ് കളർ. കോട്ടിട്ട പോലെ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. Inheritance of coat color in mice. നോക്കാം. Yellow coat color is dominant over non-yellow color, that is the brown color. Yellow mice not breed true. അത് true breeding അല്ല. Mating between
ബ്രൗൺ മൈസ് പ്രൊഡ്യൂസ് ഓൺലി ബ്രൗൺ. നോക്കുക, ഇവിടെ ഏതാണ് കാണിച്ചിരിക്കുന്നത്? റിസസീവ് ആണ് അല്ലേ? സ്മോൾ വൈ ആണ്, രണ്ടും സ്മോൾ വൈ ആണ്. മാറിപ്പോയത് ഇവിടെ ക്യാപിറ്റൽ വൈ ഇതാണ്. നോക്കുക, ഇവിടെ രണ്ടും സ്മോൾ വൈ ആണ്. അപ്പൊ ബ്രൗണും ബ്രൗണും തമ്മിൽ ആണ് ഇവിടെ ക്രോസ് നടക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നതെല്ലാം ബ്രൗൺ ആയിരിക്കും. ഓർത്ത് വെക്കുക. ഇനി നോക്കൂ നിങ്ങൾ, മേറ്റിംഗ് ബിറ്റ്വീൻ യെല്ലോ ആൻഡ് ബ്രൗൺ മൈസ് പ്രൊഡ്യൂസ് ബോത്ത് ടൈപ്സ് ഇൻ ദ റേഷ്യോ 1:1. The brown, that is small y, and the yellow, that is it is an heterozygous one. Heterozygous one is only viable. അത് മാത്രമേ ജീവിക്കുന്നുള്ളൂ. അത് അടുത്ത ക്രോസിൽ വരുമ്പോൾ നിങ്ങൾ കാണാം. ഇവിടെ നോക്കൂ, it is 50% yellow, that is its genotype is capital Y small y, and 50% brown, that is small y small y. Recessive condition ആണ് എന്ത് വരുന്നത്? ബ്രൗൺ വരുന്നത്. നോക്കാം, ക്യാപിറ്റൽ വൈ എന്ന് പറയുന്നതും ക്യാപിറ്റൽ വൈ സ്മോൾ വൈ എന്ന് പറയുന്നതും യെല്ലോ ആണ്. പക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞു എന്ത്, ഈ കണ്ടീഷനിലാണെങ്കിൽ മാത്രം, അത് ഹെട്രോസൈഗസ് കണ്ടീഷനിൽ മാത്രമേ വയബിൾ ആയിട്ടുള്ളൂ. ഹോമോസൈഗസ് ഡോമിനന്റ് കണ്ടീഷനിൽ അത് ചത്തുപോകും. അപ്പൊ ഇവിടുത്തെ റേഷ്യോ എന്താണ്? 1:1 എന്നുള്ള റേഷ്യോ ആണ് കിട്ടുന്നത്. ഓക്കെ, അടുത്ത നോക്കാം, നമ്മൾ യെല്ലോയും തമ്മിൽ ഇവിടെ ക്രോസ് നടത്തുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നോക്കൂ, ഈ ക്യാപിറ്റൽ വൈ ദാറ്റ് ഈസ് ദ ഡോമിനന്റ് അല്ലീലാണ്. ഡോമിനന്റ് കേസ് ആയിട്ട് വരുന്ന സമയത്ത് ഇവിടെ എന്താണ്? ചത്തുപോകും, ഡൈസ്. ബട്ട് ഇൻ ഹെട്രോസൈഗസ് കണ്ടീഷൻ ദിസ് ടു യെല്ലോ ആർ വയബിൾ, അത് ജീവിക്കും, and it is brown. Here the ratio is 2:1. ഇവിടുത്തെ റേഷ്യോ 2:1 ആയിരിക്കും. This is the lethal gene action. The ratio is 2:1 instead of 3:1. The experiment was carried out by Cunot. Okay. Another example is the sickle cell anemia. Here, if a carrier male and a carrier female got married, ഇവിടെയും ഇതേപോലെ തന്നെ 2:1 എന്നുള്ള റേഷ്യോ ആയിരിക്കും കിട്ടുക. സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സിക്കിൾ സെൽ അനീമിയ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? എന്താണ് അവിടെ? ഹീമോഗ്ലോബിൻ സിക്കിൾ ഷേപ്പ് ആയി പോവും. അതിനെ തുടർന്ന് തന്നെ മൊത്തം ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെ? ഹീമോലൈറ്റിക് അനീമിയ ഉണ്ടാവും. അതേപോലെ തന്നെ നന്നായിട്ട് ഓക്സിജൻ ക്യാരി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ എന്താണ്? ഹൈപ്പോക്സിയ, അങ്ങനെയുള്ള ഒരുപാട് കണ്ടീഷൻ, അത് മറ്റു പല അവയവങ്ങളെയും മാരകമായി ബാധിക്കും. ഇതിന് കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ബീറ്റ ചെയിനിലുള്ള വാലൈൻ ആണ് ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം കാണുന്നത്. അത് പിന്നെ അതുകൊണ്ടാണ് ഈ സിക്കിൾ സെൽ അനീമിയ എന്ന കണ്ടീഷൻ ഉണ്ടാവുന്നത്. ബീറ്റ ചെയിനിൽ വരുന്ന മ്യൂട്ടേഷൻ ആണ് 6th പൊസിഷൻ. ഇവിടെ നോക്കുക, അപ്പൊ ഇത്രയും കാര്യങ്ങളും, ഇത് 2 എക്സാമ്പിൾ നിങ്ങൾക്ക് സ്റ്റേറ്റ് ചെയ്യാം. ഒന്ന് വാട്ട് കളർ ഇൻ മൈസ്, അനദർ വൺ ഈസ് ദ സിക്കിൾ സെൽ അനീമിയ. ഇത് നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം. കാരിയർ HbA എന്ന് പറയുന്നത് നോർമൽ ആണ്. HbA HbS ഇത് രണ്ടും മുകളിലേക്ക് എഴുതണം കേട്ടോ. HbA HbS എന്ന് പറയുന്നത് കാരിയർ ആണ്. HbS എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അബ്നോർമൽ കേസ്, ദാറ്റ് ഈസ് ദേ ആർ സിക്കിൾ സെൽ അനീമിക് ആയിരിക്കും. ദേ ആർ ദി വിക്ടിം. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ഇതിൽ വരുന്നത് പ്ലിയോട്രോപ്പിയാണ്. എന്താണ് ഈ പ്ലിയോട്രോപ്പി എന്ന് പറഞ്ഞാൽ? മോർ വേ എന്നാണ്. ഇതിന് പല പേരുകളുണ്ട്. പോളിഫെനി എന്നും പറയും. മൾട്ടിപ്പിൾ ജീൻ എക്സ്പ്രഷൻ occurs when one gene influences 2 or more seemingly unrelated phenotypic traits. The unrelated phenotypic traits are caused by a single gene, one gene, which influences 2 or more seemingly unrelated phenotype. The phenotypic traits are unrelated one, they are different. Such a gene that exhibit multiple phenotypic expression is called a pleiotropic gene. There are so many examples. One is the mutant pleiotropic gene, that is the HbS. That നമ്മൾ പറഞ്ഞ പോലെ തന്നെ സിക്കിൾ സെൽ അനീമിയ അല്ലേ? ഇവിടെ തന്നെ നമ്മൾ നോക്കുക, ഈ HbS എന്നുള്ള സ്മോൾ ലെറ്റർ ഉണ്ട്. HbS എന്ന് പറയുന്ന ഈ ജീനോടൈപ്പ് ഉള്ള കേസിൽ
നമുക്കറിയാം അത് വളരെ അപകടകരമായ കേസാണ്, സിക്കിൾ സെൽ അനീമിക് ആണ്. ഇവിടെ കാണുന്ന പ്രൈമറി എഫക്റ്റ് എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട എഫക്റ്റ് എന്താണ്? ക്ലിയർലി എവിഡന്റ് ആയിട്ട് കാണുന്ന എഫക്റ്റ് സിക്കിൾ സെൽ അനീമിയാണ്. അതായത് സിക്കിൾ സെൽ ഹീമോഗ്ലോബിൻ എന്നുള്ളതാണ് അവിടുത്തെ പ്രൈമറി എഫക്റ്റ് എന്ന് പറയുന്നത്. ആദ്യത്തെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട എഫക്റ്റ് ഹീമോഗ്ലോബിൻ സിക്കിൾ ഷേപ്പായി പോകുന്നതാണ്. ഇനി നോക്കാം, ഇവിടെ സെക്കൻഡറി എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അതിനെ തുടർന്നുണ്ടാകുന്ന ബാക്കി പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? സിക്ലിംഗ് ഓഫ് RBC, അത് ഒന്നിച്ചിങ്ങനെ എന്താ പറയാ, അത് സിക്കിൾ പോലെ ആയിക്കൊണ്ട് ഒട്ടിപ്പോവും. അത് ഒരുപാട് പ്രശ്നങ്ങൾ, അതുകൊണ്ട് ഓക്സിജൻ ശരിക്കും ക്യാരി ചെയ്യാൻ പറ്റില്ല. അതിനെ തുടർന്ന് തന്നെ ഹാർട്ട്, ലങ്സ്, കിഡ്നി ഇതിനൊക്കെ ഡാമേജ് വരും. അപ്പം പ്രൈമറി എഫക്റ്റും തുടർന്ന് സെക്കൻഡറി എഫക്ട്സും ഇവിടെ കാണാം. ഒരു എക്സാമ്പിൾ എന്താണ്? സിക്കിൾ സെൽ അനീമിയ ആണ്. പ്ലിയോട്രോപ്പി ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ദ എബിലിറ്റി ഓഫ് എ സിംഗിൾ ജീൻ ടു ഹാവ് മൾട്ടിപ്പിൾ ഫിനോടൈപ്പിക് എഫക്ട്സ്. സിക്കിൾ സെൽ അനീമിയ ഒരു എക്സാമ്പിൾ ആണ്. ഇത് കണ്ടോ നിങ്ങൾ? അതൊരു സിമ്പിൾ ആയിട്ട് സിംഗിൾ ജീൻ ഉണ്ടായിട്ടുള്ള പ്രശ്നം കൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ട്രയൽസ്, ട്രൈറ്റ് എ, ട്രൈറ്റ് ബി, ട്രൈറ്റ് സി, ഇതൊക്കെ കാരണമാവും. അനദർ എക്സാമ്പിൾ ഇസ് ദ ഫിനൈൽ കീറ്റോണൂറിയ. ഇവിടെ ഇതേപോലെ തന്നെയാണ്. is a human disease, ഫിനൈൽ കീറ്റോണൂറിയ. The disease can cause mental retardation, reduced hair, ഇതൊക്കെ അതിന്റെ പ്രശ്നങ്ങളാണ്. ഫിനൈൽ ketonuria is due to mutation of a single gene that codes for the enzyme phenylalanine hydroxylase. Phenylalanine hydroxylase converts the amino acid phenylalanine to tyrosine. Due to mutation, the conversion of phenylalanine to tyrosine is reduced or ceases entirely. This is the same example, sickle cell anemia, the beta globin gene mutation. വാലൈൻ ഇൻസ്റ്റഡ് ഓഫ് ഗ്ലൂട്ടാമിക് ആസിഡ് ആണ് ഇവിടെ വരുന്നത്. പ്ലിയോട്രോപ്പി കണ്ടോ, എന്തെല്ലാം പ്രശ്നങ്ങളാണ്. എന്ത് കൂടാതെ ഇവിടെ പ്രധാനമായിട്ട് വരുന്ന സിക്ലിംഗ് ഓഫ് RBC, ഹീമോഗ്ലോബിൻ, അതുപോലെ തന്നെ RBC അത് ബാധിക്കുന്നത് കൂടാതെ എല്ലാ ഓർഗൻസിനെ ഇത് മാരകമായിട്ട് ബാധിക്കുന്നു. അതൊരു പ്ലിയോട്രോപ്പിക് എഫക്റ്റ് ആണ്. യെസ്, നൗ വി സ്റ്റോപ്പ് ഹിയർ. താങ്ക് യു.